നമസ്കാരം. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു താരകുടുംബം തന്നെയാണ് ദിലീപിൻ്റെത്. ദിലീപും കാവ്യമാധവനും മക്കളായ മഹാലക്ഷ്മിയും മീനാക്ഷിയും അടങ്ങുന്ന ആ കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോഴൊക്കെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ്. മാത്രമല്ല, ഒരു പൊതുവേദിയിൽ എത്തുമ്പോൾ തന്നെ അവർക്ക് ചുറ്റും മാധ്യമങ്ങളാണെന്ന്, കാരണം അവരുടെ വാർത്തകൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന നിരവധി പ്രേക്ഷകർ ഇന്ന് മലയാളത്തിലുണ്ട്. മാത്രമല്ല, മലയാള സിനിമയിൽ വമ്പൻ ഒരു തിരിച്ചുവരവ് ദിലീപ് നടത്തി കഴിഞ്ഞു. ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രിൻസ് ആൻഡ് ദി ഫാമിലിയിലൂടെ വലിയൊരു തിരിച്ചുവരവ് ദിലീപ് നടത്തിയതോടുകൂടി ആ ഒരു പഴയ കുടുംബ പ്രേക്ഷകരും എല്ലാവരും ദിലീപിനെ സ്നേഹിക്കാൻ തുടങ്ങി. എന്തായാലും വലിയൊരു പ്രശ്നം ദിലീപിന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ദിലീപിനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ്. എന്തായാലും കോടതി വിധി വരുന്നത് വരെ ദിലീപ് ഒരു നിരപരാധി തന്നെയാണ്. മാത്രമല്ല, ദിലീപിന്റെ ഇനി വരാനിരിക്കുന്ന ബബബ തുടങ്ങിയ സിനിമകളൊക്കെ വലിയ ബിഗ് ബഡ്ജറ്റ് മൂവീസിൽ ഇറങ്ങുന്നതാണ്. അത് മാത്രമല്ല, അതിൽ മോഹൻലാൽ, ലാലേട്ടനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്രേക്ഷകർക്ക് ആകാംക്ഷയായിരുന്നു. ആ ഒരു ടീസർ വന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രതീക്ഷ ഇരട്ടിയായിരുന്നു. എന്തായാലും നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് വരാം. നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ദിലീപിന്റെ കുടുംബം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മുടെ ദിലീപിന്റെ കുടുംബത്തോടൊപ്പം മാധ്യമങ്ങളുടെ ആ ഒരു കണ്ണിൽ നിന്ന് മാറി ചെന്നൈയിലാണ് താമസമുള്ളത്. കാരണം കുറെ പഠിത്തം, മഹാലക്ഷ്മിയുടെ പഠിത്തമാണെങ്കിലും മീനാക്ഷി പഠിത്തമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ദിലീപിന്റെ കുടുംബം മാധ്യമങ്ങളുടെ കണ്ണിൽ നിന്നൊക്കെ മാറി ചെന്നൈയിലാണ് താമസം. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ഫംഗ്ഷന്റെ സമയത്തുള്ള വീഡിയോ ഒക്കെ വളരെ വൈറലായി മാറാറുണ്ട്. മാത്രമല്ല, പലപ്പോഴും ദിലീപിന്റെ ഇന്റർവ്യൂസ് വൈറലായി മാറാം. കാരണം അതിൽ മീനാക്ഷിയെക്കുറിച്ചും കാവ്യയെക്കുറിച്ചും മഹാലക്ഷ്മിയെ കുറിച്ചൊക്കെ ദിലീപാണ് പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാറോ അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതും ദിലീപ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നടന്റെ ഭാര്യ കാവ്യമാധവനെയും ഇളയ മകൾ മഹാലക്ഷ്മിയെയും അധികം പുറത്ത് കാണാറില്ല, ചെന്നൈയിലായതുകൊണ്ട് തന്നെ. എന്നാൽ അടുത്തിടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന നടന്റെ അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ വിജയാഘോഷത്തിൽ മൂത്ത മകൾ മീനാക്ഷി പങ്കെടുത്തത് സോഷ്യൽ മീഡിയ വളരെ വൈറലാക്കിയിരുന്നു. അടുത്തിടെ മെഡിക്കൽ പഠനം കഴിഞ്ഞിറങ്ങിയ താരപുത്രി ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്നാൽ തന്റെ സിനിമകളുടെ പ്രൊമോഷൻ അഭിമുഖങ്ങളിൽ എത്തുമ്പോൾ ദിലീപ് എന്നും മക്കളായ മീനാക്ഷിയെയും മഹാലക്ഷ്മി കുറിച്ച് ഒരുപാട് വാചാലനാക്കാറുണ്ട്. തന്റെ മൂത്ത മകളായ മീനാക്ഷി വളരെ ശാന്ത സ്വഭാവക്കാരിയാണെന്നും അധികം സംസാരിക്കാറില്ലെന്നും നടൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇളയ മകൾ മഹാലക്ഷ്മി അങ്ങനെയല്ല. അവരുടെ അമ്മ കാവ്യമാധവനെ പോലെ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്നും ഒരു കൊച്ചു കാന്താരിയാണെന്നൊക്കെയാണ് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നത്. അടുത്തിടെ ഒരു മലയാളം ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇളയ മകളുടെ കുസൃതികളെ കുറിച്ച് ദിലീപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ പറഞ്ഞു. ചേച്ചിയായി മീനാക്ഷിയെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഉടൻ തന്നെ കുറിച്ചും സംസാരിക്കണമെന്ന് മഹാലക്ഷ്മി പറയാറുണ്ട്. കുശുംബ ഒരു കുശുംബുകാരിയാണ് എന്നാണ് ദിലീപ് പറയുന്നത്. ഇടയ്ക്ക് ഒരു ചടങ്ങിനെത്തിയപ്പോൾ മൂത്ത മകളുടെ MBBS പഠനത്തെക്കുറിച്ച് ചിലർ അന്വേഷിച്ചിരുന്നുവെന്നും അതിന് മറുപടി പറയുമ്പോൾ തന്റെ സ്കൂൾ കാര്യവും പറയണമെന്ന് ഇളയ മകൾ ഉടനെ ആവശ്യപ്പെട്ടുവെന്നാണ് നടൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോൾ ഇപ്പോൾ MBBS കഴിഞ്ഞു, അവൾ പാസ്സായി, ഇപ്പോൾ അവൾ ഹൗസ് സർജറി ചെയ്യുകയാണ് എന്ന് വേറെ ആരോടോ അവർ വിശേഷം ചോദിച്ചപ്പോൾ അങ്ങനെ പറയുകയായിരുന്നു. അപ്പോഴുണ്ട് മഹാലക്ഷ്മി ഇങ്ങനെ നിന്നിട്ട് എന്നെ തട്ടി വിളിക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ UKG പാസ്സായി എന്ന് അവരോട് പറ എന്നാണ് അവൾ പറയുന്നത്. ഒരു ചിരിയോടെ ദിലീപ് വെളിപ്പെടുത്തി. മുൻപ് മറ്റൊരു അഭിമുഖത്തിൽ മീനാക്ഷിയുടെ കുട്ടിക്കാലം ആസ്വദിക്കാൻ തനിക്ക് പറ്റിയില്ല എന്നുള്ളതൊക്കെ ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മീനാക്ഷി ജനിച്ച സമയത്ത് തന്നെ നിരവധി സിനിമകളാണ് ദിലീപിന്. ആ ഒരു സമയത്ത് മലയാളത്തിൽ സൂപ്പർ സ്റ്റാറായി ഉയരുകയാണ് ദിലീപ്. അപ്പോൾ അത്രയും സമയമില്ലാത്തൊരു സമയം. അപ്പോൾ ആ കുറവ് തീർന്നത് മഹാലക്ഷ്മിയുടെ, അതായത് മീനാക്ഷിയുടെ കുട്ടിക്കാലം ആസ്വദിക്കാൻ തനിക്ക് പറ്റിയില്ല, പക്ഷെ ആ കുറവ് തീർന്നത് മഹാലക്ഷ്മിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും കണ്ടപ്പോഴാണെന്നാണ് ദിലീപ് പറഞ്ഞിരുന്നത്. മീനാക്ഷി ജനിച്ചതിന് ശേഷം അവളുടെ വളർച്ചയുടെ ഒരുപാട് കാലം ഞാൻ മിസ് ചെയ്തിരുന്നു. ആ സമയത്ത് എൻ്റെ സിനിമകൾ ഭയങ്കര ഹിറ്റുകളായിരുന്നു. ഞാൻ തുടർച്ചയായി ഓരോ സിനിമയുടെയും പിറകെ പോവുകയായിരുന്നു. അപ്പോൾ മീനുട്ടിയുടെ ആ പ്രായം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. 2-3 വയസ്സ് എന്ന് പറയുന്ന സമയം ശരിക്കും ഒരു നഷ്ടം തന്നെയാണ്. അമ്മ മഞ്ജു വാര്യർ വളർത്തിയ മകളെ കുറിച്ച് ദിലീപ് ഓർത്തെടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ മഞ്ജുവിനെ പോലെ തന്നെ വളരെ നല്ലൊരു മകളാണ് മീനാക്ഷി എന്ന് ദിലീപ് പറയാറുണ്ട്. പക്ഷെ എന്നാൽ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ അത് തനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ നടൻ മാമാട്ടി എന്ന ചെല്ലപ്പേരുള്ള മഹാലക്ഷ്മി ജനിച്ചതിന് ശേഷം കോവിഡ് കാലം തുടങ്ങിയതിനെ കൊണ്ട് വീട്ടിലിരിക്കാനായി എന്ന് വെളിപ്പെടുത്തുന്നു. ഇളയ മകളുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും ആസ്വദിച്ചു എന്നാണ് ദിലീപ് പറയുന്നത്. ഇരുവർക്കും കോവിഡ് വന്ന് ക്വാറന്റൈനിൽ ഇരുന്നപ്പോൾ 21 ദിവസം ഒരു മുറിക്കുള്ളിൽ താൻ മകളോടൊപ്പം ചിലവഴിച്ചു എന്നാണ് നടൻ ഓർത്തെടുത്തത്. അന്ന് തന്റെ പ്രധാന നേരമ്പോക്ക് കൊച്ചു മാമാട്ടിയുടെ കുസൃതികൾ കാണുക എന്നതായിരുന്നെന്നാണ് ദിലീപ് പറയുന്നത്. അതേസമയം ദിലീപിന്റെയും കുടുംബത്തിന്റെയും ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടാറുണ്ട്. നടി മഞ്ജു വാര്യരുമായി
മഹാലക്ഷ്മിയുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞത് മുതലാണ് ദിലീപ് പ്രേക്ഷകരുടെ ഇടയിൽ സ്ഥിരം ചർച്ചാ വിഷയമായി മാറുന്നത്. നിരവധി ഗോസിപ്പുകളാണ് നടനെതിരെ പിന്നീട് വന്നത് തന്നെ. നടി കാവ്യമാധവനുമായുള്ള ബന്ധപ്പെടുത്തിയുള്ള വാർത്തകളായിരുന്നു ഏറെ. ഒടുവിൽ ഗോസിപ്പ് കോളുകൾ നിറഞ്ഞു നിന്ന അഭ്യൂഹങ്ങൾ ശരിയാകുന്നതും പ്രേക്ഷകർ കണ്ടു. കാവ്യ ദിലീപ് വിവാഹം ചെയ്തതൊക്കെ വലിയ വാർത്തയായി. അതേസമയം തന്നെ കാവ്യയ്ക്കും മക്കൾക്കും ഒപ്പം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് നടൻ. വിവാഹത്തിന് ശേഷം കാവ്യമാധവൻ സിനിമയിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ്. മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളാണ് കാവ്യയുടെ പൂർണ്ണ ശ്രദ്ധ. 5 വയസ്സാണ് മഹാലക്ഷ്മിക്ക് ഇന്ന് പ്രായം. മുൻപ് വളരെ വിരളമായി മാത്രമാണ് മഹാലക്ഷ്മി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. കൂടുതലും ചേച്ചി മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് കുഞ്ഞു മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളെല്ലാം ആരാധകർ കണ്ടത്. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒപ്പം മിക്ക വേദികളിലും മഹാലക്ഷ്മിയെ കാണാറുമുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ തൂങ്ങി നടക്കുന്ന മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. മാമാട്ടി എന്നാണ് മകളെ കാവ്യയും ദിലീപും വിളിക്കുന്നത്. 2016 വിവാഹിതരായ ഇവർക്ക് 2018 മഹാലക്ഷ്മി ജനിക്കുന്നത്. മാത്രമല്ല ദിലീപ് നേരത്തെയും മക്കളെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു. ഭയങ്കര കാന്താരിയാണ് മഹാലക്ഷ്മി എന്നാണ് ദിലീപ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു രസകരമായ സംഭവം നടൻ പങ്കുവച്ചിരുന്നു. ഭയങ്കര കാന്താരിയാണ്. കഴിഞ്ഞ 2 ദിവസം നൈറ്റ് ഷൂട്ടൊക്കെ ആയിട്ട് രാവിലെ വൈകിയാണ് എഴുന്നേറ്റിരുന്നത്. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഇവൾ വിളിച്ചു. എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിന് പകരം വാട്സപ്പിൽ ഒരു വോയിസ് നോട്ട് ഇട്ടു. അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചു, പക്ഷേ അച്ഛൻ ഫോണൊന്നും എടുത്തില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. വോയിസ് മെസ്സേജ് അയച്ച ശേഷം കാവ്യയോട് ഇനി അച്ഛൻ വിളിക്കുകയാണെങ്കിൽ എടുക്കരുതെന്നും നമുക്ക് അതേ ഇനി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ വളരെ കുസൃതി നിറഞ്ഞ ആ ഒരു രീതിയിൽ പറഞ്ഞെന്നാണ് ദിലീപ് ചിരിച്ചുകൊണ്ട് പറയുന്നത്. മഹാലക്ഷ്മി UKGയിലാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ 1ാം ക്ലാസ്സിലേക്കായി. കാവ്യയും മകളും ഒക്കെ ഇപ്പോൾ ചെന്നൈയിലാണ് താമസമെന്നും നടൻ വ്യക്തമാക്കി. മാമാട്ടി എന്ന പേര് മോൾ തന്നെ അവൾക്ക് ഇട്ടതാണെന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട്. മഹാലക്ഷ്മി എന്നാണ് മോളുടെ പേര്, ആര് ചോദിച്ചാലും പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്നു. അപ്പോൾ പക്ഷേ മഹാലക്ഷ്മി എന്ന് പറയാൻ കഴിയുന്നില്ലായിരുന്നു. മാമാച്ചി എന്നാണ് പറഞ്ഞത്. അത് പിന്നീട് മാമാട്ടിയായി. എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുകയായിരുന്നു. മീനാക്ഷിയും മഹാലക്ഷ്മിയും നല്ല കമ്പനിയാണെന്നും ചെറുപ്പത്തിൽ മീനാക്ഷി എങ്ങനെയായിരുന്നു മഹാലക്ഷ്മിയും അതുപോലെ തന്നെയാണെന്നാണ് ദിലീപ് പറഞ്ഞത്. നേരത്തെ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹത്തിനും ഈ താരകുടുംബം എത്തിയിരുന്നു. 4 സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും എല്ലാവരുടെയും കണ്ണുടക്കിയത് പ്രധാനമായ ഒരാളിലാണ്. ദിലീപ് കാവ്യമാധവൻ ദമ്പതികളുടെ പുത്രിയായ മഹാലക്ഷ്മി എന്ന മാമാട്ടിയിലായിരുന്നു ആ ശ്രദ്ധ മുക്തൻ. അന്ന് സോഷ്യൽ മീഡിയ ഭരിച്ചതേ മാമാട്ടിയായിരുന്നു. മോഹൻലാലിനെ കണ്ടത് മാമാട്ടി ഹസ്തദാനം ചെയ്തു. പിന്നെ ഭാര്യ കാവ്യയും 2 മക്കളുമൊത്ത് ദിലീപ് കുടുംബസമേതമാണ് വിവാഹത്തിലെത്തിയത്. കാവ്യയും മീനാക്ഷിയും സാരി ചുറ്റിയും മഹാലക്ഷ്മി പാവാടയും ബ്ലൗസും അണിഞ്ഞുമാണ് വിവാഹത്തിലെത്തിയിരുന്നത്. ദിലീപ് കുടുംബത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ തരംഗമായിരുന്നു ആ സമയത്ത്. കൂട്ടത്തിൽ ഏറ്റവും ക്യൂട്ട് മാമാട്ടി തന്നെയായിരുന്നു. സാധാരണയായി മാമാട്ടി ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അമ്മയുടെ സാരി തുമ്പിലോ അച്ഛന്റെയോ ചേച്ചിയുടെയോ കയ്യിലോ പിടിച്ച് മിണ്ടാതെ നടന്നു പോകുന്ന കുട്ടിയായാണ് കാണാറ്. ആ ശീലങ്ങൾ മെല്ലെ മാറി വരുന്ന ഒരു ഇത് കാണാം ആ വീഡിയോയിൽ. വാ തുറന്നാൽ മാമാട്ടിക്ക് ഇംഗ്ലീഷ് വർത്തമാനമേ വരും. അച്ഛനോട് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറയുന്ന മാമാട്ടിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ കണ്ടത്. ദിലീപ് തിരികെ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിലല്ല എന്ന് മനസ്സിലാക്കാം. അച്ഛനോട് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറയുന്ന മാമാട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിലും കാണാം. പക്ഷേ ദിലീപ് ഇംഗ്ലീഷിലല്ല മറുപടി കൊടുക്കുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞ് മകൾ തന്നെ റീച്ച് ആക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് ദിലീപ് ഒരിക്കൽ പറഞ്ഞിരുന്നു. സ്കൂളിൽ ചെന്നാൽ പിന്നെ മാമാട്ടി അച്ഛ എന്ന് വിളിക്കുന്നതിന് പകരം ഡാഡി എന്നേ പറയും. ആകെ മൊത്തം റിച്ച് ആയതുപോലത്തെ ഒരു ഫീൽ ആണതെന്നാണ് ദിലീപ് പറഞ്ഞത്. വീട്ടിൽ എവിടെയെങ്കിലും ഒരു ഫോൺ കയ്യിൽ കിട്ടിയാൽ പിന്നെ മഹാലക്ഷ്മി വ്ളോഗറാണ്. എണ്ണ പുരട്ടി കുളിക്കാൻ നിൽക്കുന്ന അപ്പൂപ്പനെ പോലും മാമാട്ടി സിനിമയിൽ എടുത്തു കളയും. ഒന്ന് സൂക്ഷിച്ചും കണ്ടും നിന്നോളം ദിലീപ് കാവ്യയ്ക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് ഈ ഒരു മാമാട്ടിയെ കാരണം. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് മാമാട്ടിയുടെ വിശേഷങ്ങൾ തന്നെയാണ്.